അപ്പോൾ ഇന്ന് നമ്മൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. എത്രത്തോളം ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നമുക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എളുപ്പമായി മാറും. മറ്റ് സബ്ജക്റ്റുകളെ പോലെയല്ല, മറ്റ് ടോപ്പിക്കുകളെ പോലെയല്ല ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണല്ലോ, 5 ചോദ്യങ്ങളാണ്. അപ്പോൾ 5 ചോദ്യവും ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് ഗ്യാരണ്ടിയാണ്. ഇത് നഷ്ടപ്പെടുത്തേണ്ടതല്ലാത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇത് നമുക്ക് ഉറപ്പാണ് ഈ ചോദ്യം വരും എന്നുള്ളത്. തുടക്കം മുതലേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് വളരെ ഈസി ആയിട്ട് എത്താനും പറ്റും. അപ്പോൾ ഇത് എളുപ്പമാവാം, വേറെ ഓപ്ഷനൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരേ ഒരു മാർഗം. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി കുറച്ച് പ്രീവിയസ് ഇയർ, മറ്റ് ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനാണ് നോക്കുന്നത്. കാരണം കൂടുതൽ കുട്ടികൾ പറഞ്ഞത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ കുറച്ച് ടഫായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം മുതലേ ടഫ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നില്ല, എളുപ്പമുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യുക. എന്നിട്ടത് പിന്നീട് എന്ത് ചെയ്യുക, അവസാനത്തേക്കുമ്പോൾ ടഫായിട്ടുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേബിൾ ബിലോ ഷോസ് ആനുവൽ പവർ പ്രൊഡക്ഷൻ മെഗാവാട്ട്സിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്രം 4 ഡിഫറെൻറ്റ് റിന്യൂവബിൾ സോഴ്സസ് അക്രോസ് 5 ഇന്ത്യൻ സോൺസ് ഇൻ 2025. 2025 വ്യത്യസ്ത 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള റിന്യൂവബിൾ പവർ സോഴ്സുകളെ കുറിച്ചും അതിൻ്റെ പവർ പ്രൊഡക്ഷനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആൻസർ എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൻ്റെ ആൻസർ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നോക്കാം, വാട്ട് ഈസ് ദ റേഷ്യോ. ഇവിടെ റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ solar energy produced by north and south zones combined to the total hydro energy produced by east or central zone combined. ഓക്കെ, അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ളത് എന്താണ്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ പവർ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ നോർത്ത് ആൻഡ് സദേൺ സോൺ കമ്പൈൻഡ് to the total hydro energy produced by east and central zone combined. അപ്പോൾ ഇത് റേഷ്യോ ചോദിച്ചത് നോർത്തും സൗത്ത് സോണും കമ്പൈൻഡും ടോട്ടൽ ഹൈഡ്രോ ഈസ്റ്റും അതുപോലെ തന്നെ വെസ്റ്റും കമ്പൈൻഡ്. ഒന്ന് സോളാർ എനർജിയാണ്, ഒന്ന് ഹൈഡ്രോ എനർജിയാണ്. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ ചോദ്യത്തിലേക്ക്. ഇതിൽ ആദ്യം നമുക്ക് കിട്ടേണ്ടത് എന്താണ്, ഫസ്റ്റ് നമുക്ക് സോളാർ എനർജിയാണ് അല്ലേ. സോളാർ എനർജി അല്ലേ, സോളാർ എനർജി. അതിൽ ഫസ്റ്റ് നോർത്താണ് അല്ലേ. നോർത്തിൻ്റെ സോളാർ എനർജി 450 അല്ലേ. 450 പ്ലസ് പിന്നെ ഏതാണ് സൗത്തിൻ്റെ സോളാർ 680 അല്ലേ. 680 സമം 1130 മെഗാവാട്ട്സ്. പിന്നെ അടുത്തത് എന്താ ചോദിച്ചാൽ ഹൈഡ്രോ ഇലക്ട്രിക് ആണല്ലേ. ഹൈഡ്രോ എനർജി എന്ന് പറഞ്ഞാൽ എവിടെയാണ്, എന്താ ഹൈഡ്രോ എനർജിയിൽ ആദ്യം
ഈസ്റ്റിലെ ഹൈഡ്രോ എനർജി എത്രയാണ്? 750. ഈസ്റ്റിൽ 750 പ്ലസ് പിന്നെ സെൻട്രൽ സോൺ 480. ടോട്ടൽ എത്രയാണ്? 700, 8, 9, 10, 11, 1500, 600, 700, 1230 മെഗാവാട്ട് അല്ലേ? ഇതിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എത്രയായിരിക്കും നിങ്ങൾ പറയൂ? അപ്പോൾ ഇതിൽ ഇതല്ലേ? യെസ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ. ഇതിൽ ഈ 0, 2 ഓക്കെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി രണ്ടാമത്തേത്, ഈ പ്രോബ്ലം നിങ്ങൾ എക്സാമിന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യരുത്. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് മറ്റ് ടോപ്പിക്കുകളിലേക്ക് പോവുക, എന്നിട്ട് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രോബ്ലം ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. ഒരു ദിവസം മൊത്തം പ്രോബ്ലം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാനൊക്കെ സാധ്യത ഉണ്ട്. നമുക്ക് പഠിച്ച് പരിചയം ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെയാണെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളിന്ന് ഫുള്ള് നാളെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആദ്യം പഠിച്ചിട്ട് പിന്നെ അടുത്ത മറ്റ് സബ്ജക്റ്റുകളുടെ പ്രോബ്ലം ചെയ്ത് നോക്കുക. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തത് വിൻഡ് എനർജി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ വിൻഡ് എനർജി പ്രൊഡക്ഷൻ ഓഫ് വെസ്റ്റ് സോൺ ഈസ് approximately what percentage more than the biomass energy production of all 5 zone combined? ഇവിടെ ചോദിച്ചിട്ടുള്ളത് the wind energy production of west zone is approximately what percentage more than the biomass produced by all 5 zone combined. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചോദിക്കുന്നത് വിൻഡ് എനർജി പ്രൊഡക്ഷന് അപ്രോക്സിമേറ്റ്ലി എത്ര പെർസെൻറ്റേജ് അധികമുണ്ട് ബയോമാസ് എനർജി പ്രൊഡക്ഷൻ ഓഫ് എല്ലാ സോണുകളും. ഇവിടെ ആൾ 5 സോണുകളാണ് ചോദിച്ചിട്ടുള്ളത് ബയോമാസിൻ്റെ. എന്നാൽ ഇവിടെ വിൻഡ് എനർജിയുടെ വെസ്റ്റ് സോൺ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ചോദ്യത്തിലുള്ള കാര്യങ്ങൾ ആദ്യം നമുക്ക് എഴുതി വെക്കണം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം കണ്ടെത്താം. നമുക്ക് ബയോമാസ് പ്രൊഡക്ഷൻ നോക്കാം. എല്ലാ 5 സോണിലെയും ബയോമാസ് പ്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ബയോമാസ് പ്രൊഡക്ഷൻ നോക്കാം. ബയോമാസ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് കാണാം? 120 പ്ലസ് 180 പ്ലസ് 90 പ്ലസ് 140 പ്ലസ് 110. ഇവിടെ ഇങ്ങനെ എല്ലാം ആഡ് ചെയ്യാൻ കാരണം എന്താണ്? ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതാ ബയോമാസ് എനർജി പ്രൊഡക്ഷൻ ഓഫ് ആൾ 5 സോൺ കമ്പൈൻഡ്, അങ്ങനെ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാണേണ്ടി വരും? ഇതിൻ്റെ ഓരോന്നിൻ്റെയും ടോട്ടൽ കാണേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ കണ്ടു അല്ലേ? മുകളിലേക്ക് നമുക്ക് പോവാം. 120, 150, 90 അത് നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യാം. 120 പ്ലസ് 180 പ്ലസ് 90 പ്ലസ് എക്സാമിന് ഇങ്ങനെ എഴുതി കൂട്ടരുത് കേട്ടോ. നമ്മൾ മനസ്സിൽ കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് സമയം ഉണ്ടാവില്ല. ഇതെങ്ങനെയാണ് പിന്നീട് നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് കൂട്ടിയതെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രത്യേകം കൂട്ടുന്നത്.
എല്ലാവർക്കും മാത്സ് എളുപ്പമായിരിക്കണം എന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോബ്ലം നന്നായിട്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ എല്ലാവരും ആരെങ്കിലും പുതിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പിന്നീട് ക്ലാസ് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിലും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 650 എല്ലാ ആൾ 5 സോണാണ് അല്ലേ, ആൾ 5 സോണ്. അപ്പം 650 കിട്ടി. ഇനി എന്താണ് വിൻഡ് എനർജി പ്രൊഡക്ഷൻ? ഏത് സോണാണ്? വെസ്റ്റ് സോണാണ്. വിൻഡ് എനർജി പ്രൊഡക്ഷൻ്റെ വെസ്റ്റ് സോൺ. വെസ്റ്റ് സോണ് വിൻഡ് എനർജി 610. അപ്പം അതെടുത്ത് എഴുതാം. വിൻഡ് എനർജി എത്രയാണ് പറഞ്ഞത്? 640, 610 അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാം? നമ്മൾ ഡിഫറൻസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 650 മൈനസ് 610 ഡിവൈഡഡ് ബൈ 610 ചെയ്താൽ മതി, ഇൻറ്റു 100. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ചെയ്തിരുന്നതാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് കിട്ടുക ആൻസർ നോക്കാം. എത്രയാണ് ആൻസർ കിട്ടുന്നത്? 650 610 വെച്ചാൽ 40. 40/610 ഇൻറ്റു 100, 400/61. എത്രയാണ് ആൻസർ കിട്ടുന്നത്? 6 പോയിന്റ് സംതിങ് ആണ് വരുന്നത്. 6. ഓക്കെ, ഏകദേശം ഒരു വാല്യൂ കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അടുത്തുള്ള ഒരു 6 കിട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓപ്ഷൻ ആദ്യം നോക്കുക. നമ്മൾ ഓപ്ഷനിൽ വാല്യൂസ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലം ഒന്നും കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 6 കിട്ടിയാൽ തന്നെ ആൻസർ മതി. ചിലപ്പോൾ ഉണ്ടാവും 6.5, 6.4, 6.3 അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വരാറുണ്ട്. നെറ്റിന് അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. ഈ ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യന്, അതുപോലെ SSCൻ്റെ കമ്പൈൻ ഗ്രാജുവേഷൻ ലെവൽ ക്വസ്റ്റ്യന്, ഇങ്ങനെയൊക്കെയാണ് വരുമ്പോഴാണ് ഇത് നല്ല ടഫായിട്ട് ചോദിക്കാറുള്ളത്. ഇപ്പോൾ ഇതിങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ വന്നുകൂടായൊന്നുമില്ല. അങ്ങനെ വരികയാണെങ്കിൽ മാത്രം പ്രോബ്ലം ഫുള്ള് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എവിടെയാണോ ആൻസർ കിട്ടുന്നത് അത് വെച്ച് നിർത്തുക. ഓക്കെ, നമുക്ക് 6 കിട്ടി. അപ്പോൾ 6 കിട്ടിയാൽ തന്നെ ആൻസർ എന്ത് 6.45 എത്തി. ഓക്കെ, ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണെന്ന് മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. What is the average renewable energy production per zone for biomass source? ഇവിടെ എന്താണ് ആവറേജ് റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ ആണ് ചോദിക്കുന്നത്. അത് നിങ്ങൾ കണ്ടെത്തുക. അത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, ഞാൻ പറഞ്ഞുതരാം, പ്രശ്നമൊന്നുമില്ല. ആവറേജ് റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ പെർ സോൺ ഓഫ് ബയോമാസ് സോഴ്സ്. ബയോമാസിൻ്റെ ആവറേജ് പ്രൊഡക്ഷൻ, ഈ 5 വർഷത്തെ ആവറേജ് പ്രൊഡക്ഷൻ കാണാം ബയോമാസിൻ്റെ. ഒന്നുമില്ല, ഇതെങ്ങനെ കാണാം? ആരാ പറയുക എങ്ങനെ കാണാം? ഈ ബയോമാസിൻ്റെ 5 വർഷത്തെ ആവറേജ്
യെസ്, അത്ര തന്നെ ഉള്ളൂ. ടോട്ടൽ ഡിവൈഡഡ് 5. അപ്പോൾ നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് എടുത്ത് ചെയ്ത് ടോട്ടൽ എത്ര കിട്ടിയത്? ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? നേരത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. യെസ്, 650 ഡിവൈഡഡ് ബൈ 5 എത്രയാ? ആൻസർ എത്ര കിട്ടി? 130. ഓക്കെ, 130. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. എളുപ്പമുള്ള ചോദ്യമാണ്. പക്ഷേ ഇതിൽ ചിലപ്പോൾ ചില സമയത്ത് ഫ്രാക്ഷനൊക്കെ വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഈ മെത്തേഡ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വിച്ച് സോൺ റെക്കോർഡ് ദ സെക്കൻഡ് ഹയസ്റ്റ് ടോട്ടൽ റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ അക്രോസ് ആൾ 4 സോഴ്സസ്? താഴെ കൊടുത്തിരിക്കുക 5 സോഴ്സസ് അല്ല, ഈ ഇതിൽ സദേൺ സോൺ, വെസ്റ്റേൺ സോൺ, നോർത്തേൺ സോൺ, ഈസ്റ്റേൺ സോൺ, ഈ സോണുകളിൽ സെക്കൻഡ് ഹയസ്റ്റ് ടോട്ടൽ റിന്യൂവബിൾ എനർജി പ്രൊഡക്ഷൻ ആരതാണെന്നാണ് ചോദ്യം. അത് നമുക്ക് കണ്ടെത്താം. അപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ ഓരോന്നും എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെയും ടോട്ടൽ പ്രൊഡക്ഷൻ നമ്മൾ കണ്ടെത്തണം. അതും നിങ്ങൾക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ എടുക്കാം, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻസർ ഞാൻ ചെയ്തു തരാം. ഇതാണ് ടേബിൾ. ആദ്യം നമ്മൾ നോർത്തേൺ സോൺ എടുക്കുക. നോർത്ത് ഉണ്ട്, സദേൺ സോൺ ഉണ്ട്, വെസ്റ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് 4 സോണുകളാണല്ലോ. ഏതൊക്കെയാണ്? സൗത്ത്, വെസ്റ്റ്, നോർത്ത്, ഈസ്റ്റ്. ഒരു സെൻട്രൽ സോൺ കൊടുത്തിട്ടില്ല. സെൻട്രൽ സോൺ ഇപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇത് നോക്കണ്ട. ബാക്കിയുള്ളതിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നോർത്ത് നോക്കുകയാണ്. അപ്പോൾ നോർത്തിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം. നോർത്തിൻ്റെ ടോട്ടൽ എത്രയാണ്? 350 പ്ലസ് 320 പ്ലസ് 120 പ്ലസ് 600. ഓക്കെ, പിന്നെ അടുത്തത് സൗത്തിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം. 680 പ്ലസ് 540 പ്ലസ് 180 പ്ലസ് 420. പിന്നെ നമുക്ക് സൗത്തിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം. സൗത്തല്ല, ഈസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ വെസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ആൻസർ ഞാൻ ഇപ്പോൾ നമുക്ക് ചെയ്യാം, ആ പേജിൽ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. നോർത്ത് ടൈപ്പ് ചെയ്യാം. അല്ല, നോർത്ത് ആദ്യം ചെയ്യാം. ഒരു മിനിറ്റ്. നോർത്ത് എത്രയാ? ആദ്യം നമുക്ക് ആഡ് ചെയ്യാം. 450 പ്ലസ് 320 പ്ലസ് 120 പ്ലസ് 600. എത്ര ടോട്ടൽ കിട്ടിയത്? നോർത്ത് 90. ഓക്കെ, ഇനി നമുക്ക് സൗത്ത് നോക്കാം. സൗത്ത് എത്രയാണ്?
680 പ്ലസ് 540 പ്ലസ് 180 പ്ലസ് 420. ടോട്ടൽ എത്രയാണ്? 20 1820 അല്ലേ? ഇനി വെസ്റ്റ് നോക്കാം. വെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. വെസ്റ്റ് നിങ്ങൾ 720 പ്ലസ് 610 പ്ലസ് 140 പ്ലസ് 310 സമം 1780. ഇനി നമുക്ക് ഈസ്റ്റേൺ സോൺ കാൽക്കുലേറ്റ് ചെയ്യാം. ഈസ്റ്റേൺ സോൺ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താണ്. ഈസ്റ്റേൺ സോൺ കണ്ടില്ലേ? ജസ്റ്റ് എഴുതാം. ഈസ്റ്റേൺ സോൺ 240 പ്ലസ് 150 പ്ലസ് 90 പ്ലസ് 750 എത്രയാണ് ടോട്ടല്? ഓക്കെ, 1230. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനെയും ടോട്ടൽ നമുക്ക് കിട്ടി. ഇനി ചോദ്യത്തിലേക്ക് പോവാം. ഇതിൻ്റെ ആൻസർ ഇനി ആ ചോദ്യം ഞാൻ വായിക്കൂല കേട്ടോ, നിങ്ങൾ ആൻസർ പറയണം. ഇതിൻ്റെ ആൻസർ പറയൂ. കാണുന്നുണ്ടല്ലോ അല്ലേ ചോദ്യം? ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ചിലപ്പോൾ സൗത്ത് സോണ് അല്ല. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കും. ഇവിടെ നമ്മൾ സ്പീഡിൽ ചോദ്യം. അതെ 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 അതെ. ഏതാണ് ബെസ്റ്റ് അല്ലേ? ഇവിടെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരാറുണ്ട്. കാരണം നമ്മൾ എന്ത് ചെയ്യും, എക്സാമിന് നമ്മളൊരു ധൃതി ഉണ്ടാവില്ല എപ്പോഴും. അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്ന് ചെയ്യണം നിങ്ങളെ ഒരു തോന്നൽ വരുമ്പോൾ നമ്മൾ ഈ പ്രോബ്ലമൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഞാനൊരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ഹയസ്റ്റ് എടുത്ത് എഴുതും. അതേപോലെ ഇപ്പോൾ നോട്ട് താഴെ പറയുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിന്നിട്ട് താഴെ പറയുന്നവയിൽ എക്സിൻ്റെ സവിശേഷതകൾ അല്ലാത്തത് എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. നമ്മൾ എക്സിൻ്റെ സവിശേഷതകൾ എടുത്ത് എഴുതും. അപ്പോൾ അങ്ങനെ ഫാസ്റ്റിൽ എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. കൺഫ്യൂസിങ് അല്ല, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ ഹയസ്റ്റ് നമ്മൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അത് എക്സാമിൽ നിന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഇതാണ്. ഏറ്റവും കൂടുതലുള്ളത് ഹയസ്റ്റ് വാല്യൂ ഇതാണ്, സദേൺ സോണാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് വെസ്റ്റേൺ സോണാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the solar energy production of southern zone is projected to grow by 15% in 2016, while its hydropower production declines by 10%, what will be the total energy from these two sources combined from southern zone in 2016? അപ്പോൾ ഈ നമ്മൾ ചെയ്യുന്ന ചോദ്യം ഏത് വർഷത്തെ ചോദ്യമാണ്? 2025 ഓരോ പ്രൊഡക്ഷനെ കുറിച്ചുള്ള ചോദ്യമാണ്. 2025 എനർജി പ്രൊഡ്യൂസ് ചെയ്ത 4 വ്യത്യസ്ത
സോഴ്സുകളും 4 വ്യത്യസ്ത സോണുകളുമാണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഈ 2026 ഡാറ്റയാണ് ഇതിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇഫ് ദ സോളാർ എനർജി പ്രൊഡക്ഷൻ ഓഫ് സദേൺ സോൺ ഈസ് പ്രൊജക്റ്റഡ് ടു ഗ്രോ 15% ചെയ്തു അതിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിച്ചു. സോളാർ എനർജി പ്രൊഡക്ഷൻ്റെ സദേൺ സോണിൽ 15% പ്രൊഡക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട്. വൈൽ ഈസ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊഡക്ഷൻ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. എത്ര? 10% ഡിക്ലൈനും ചെയ്തിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ എനർജി ഫ്രം ദീസ് 2 സോഴ്സസ് കമ്പൈൻഡ് ഫോർ ദ സദേൺ സോൺ അല്ലെങ്കിൽ സൗത്ത് സോൺ ഇൻ 2026? 2026 ഈ 2 സോണിലും കൂടെ കൂടിയിട്ട് എത്രയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുക എന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ചോദ്യം നമുക്ക് നോക്കാം. ആദ്യം എന്താണ്? സോളാർ എനർജി ഏത് സോണാണ്? സൗത്ത് സോൺ. 2025 എത്രയാണ് സോളാർ എനർജി സൗത്ത് സോൺ നോക്കാം. ആദ്യം 680 അല്ലേ? സോളാർ എനർജി സൗത്ത് സോണിൽ 680. അപ്പോൾ അത് നമ്മൾ ആദ്യം എഴുതും 680. ഇനി എത്ര ശതമാനമാണ് വളർന്നത്? സോളാർ എനർജി പ്രൊഡക്ഷൻ ഓഫ് സൗത്ത് സോൺ ഈസ് പ്രൊജക്റ്റഡ് ടു ഗ്രോ 15%. അപ്പോൾ 15% വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 15% കൂടി എന്നർത്ഥം. അതായത് 2026 15% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ 15% ആഡ് ചെയ്യുക? ഇതിലേക്ക് 15% ആഡ് ചെയ്യണം. 680 ഇൻറ്റു 15/100. ഇതിന് 15% നമുക്ക് കണക്കാക്കാൻ പറ്റും. എത്രയാണ് ഇതിൻ്റെ 15%? ഓക്കെ, ടോട്ടൽ ആഡ് ചെയ്തല്ലോ അല്ലേ? 102 15% എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വരുമ്പോൾ 782. ഇങ്ങനെയും നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതി ചെയ്യാം. അതായത് ആദ്യം തന്നെ എഴുതി വെക്കുക 680 ഇൻറ്റു 0.15 ഇതിനോട് ഗുണിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യും? ടോട്ടൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ മതി. സാധാരണ നിങ്ങൾ ചെയ്യുന്ന രീതി ഏതാണോ ആ രീതി എടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 782 എന്ത് കിട്ടിയത്? സോളാർ എനർജി കിട്ടിയത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഏതും കാൽക്കുലേറ്റ് ചെയ്യണം. ഹൈഡ്രോ എനർജി പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഹൈഡ്രോ എനർജി നോക്കാം. എത്ര ഹൈഡ്രോ എനർജി 2021 എത്രയാന്ന് നോക്കാം. ഇത് ഏത് സോണിലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം. ചിലപ്പോൾ ഇതിൽ ഹൈഡ്രോ എനർജി ഡിക്ലൈൻഡ് ബൈ 10% ആണല്ലോ. അപ്പോൾ ഇവിടെ വേറെ ഇത് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് സദേൺ സോണ്. അതേപോലെ തന്നെ ലാസ്റ്റും ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റും പറഞ്ഞിട്ട് കമ്പൈൻഡ് സോഴ്സ് ഓഫ് സദേൺ സോൺ. അപ്പോൾ പിന്നെ ഹൈഡ്രോ എനർജിയും സദേൺ സോൺ തന്നെ ആയിരിക്കും. ഓക്കെ, സദേൺ സോണിൽ ഹൈഡ്രോ എനർജി എത്രയാണ്? 420 അല്ലേ? അപ്പോൾ 420 2024-25 എത്രയാണ്? 420. ഇനി നമുക്ക് 2026 നിങ്ങൾ കണ്ടെത്താം, ഞാനും കണ്ടെത്താം. അപ്പോൾ ഇനി എത്ര ശതമാനമാണ് ഹൈക്ക് ഡിക്ലൈൻ ചെയ്തിട്ടുള്ളത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ചോദ്യത്തിൽ ഡിക്ലൈൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡിക്ലൈൻ
പക്ഷെ ഇവിടെ ഗ്രോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഡിക്ലൈനും ഗ്രോ ആണ്. ഒന്ന് 15% കൂടി, മറ്റൊന്ന് 15% കുറഞ്ഞു. അപ്പോൾ 420ൻ്റെ 10% എത്രയാണ്? നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാന്ന് 342 അല്ലേ? ഈ 10% 420 ഇൻറ്റു 10/100 10%. അപ്പോൾ 442 ആൻസർ കിട്ടും. ഇനി അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് 420 ഇവിടെ ഡിക്ലൈൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് എന്നതുകൊണ്ട് നമുക്ക് എന്താണ് കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ -42. അപ്പോൾ നിങ്ങൾ എത്ര നേരത്തെ പറഞ്ഞത്? 378. ഓക്കെ, കറക്റ്റാണ്. 378 എൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇനി ആൻസർ കണ്ടെത്തി. ഇപ്പോഴും നമ്മൾ ആൻസറിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ ചോദ്യം എന്താണ്? ദ ടോട്ടൽ എനർജി ഫ്രം ദീസ് ടു സോഴ്സസ് കമ്പൈൻഡ് ഫോർ സദേൺ സോൺ ഇൻ 2026. 2025 എന്താണ് ഉള്ള 2026 കമ്പൈൻഡ് എനർജി പ്രൊഡക്ഷനാണ് ചോദിച്ചത്. അപ്പോൾ ഒന്ന് സോളാർ എനർജിയിൽ വരുന്നത് 782, പിന്നെ അതന്നെ പിന്നെ ഹൈഡ്രോ എനർജിയിൽ വരുന്നത് 378. അപ്പോൾ ഇത് നമുക്ക് ടോട്ടൽ ചെയ്യാം അല്ലേ? 782 പ്ലസ് പിന്നെ എത്രയായിരുന്നു 378. ടോട്ടൽ എത്രയാണ് കിട്ടിയത്? 1160. ഇതും ഏകദേശം ചെറിയ വ്യത്യാസം, 10ൻ്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മനക്കണക്ക് കൂട്ടിയാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഓരോന്നും. ഇപ്പോൾ ഓക്കെ, ഓരോ വാല്യൂ നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇൻ്റലിജൻറ്റ് ഗസ് ഒക്കെ നടത്താൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ ടേബിൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ, അത് നമുക്ക് ചെയ്യാം. ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ എൻറോൾമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. The following table presents data on the total number of students enrolled and the percentage of students placed across 5 different disciplines in a premier central university over academic cycle. ഇവിടെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റി കോഴ്സുകളുണ്ട്, ടോട്ടൽ എൻറോൾ ചെയ്ത ആൾക്കാരുണ്ട്, പെർസെൻറ്റേജ് ഓഫ് മെയിൽ ഉണ്ട്, ടോട്ടൽ സ്റ്റുഡൻറ്റ് പെർസെൻറ്റേജും ഉണ്ട്, പ്ലേസ്മെൻറ്റ് കിട്ടിയ കുട്ടികളുടെ പെർസെൻറ്റേജും ഉണ്ട്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ സ്റ്റുഡൻസ് enrolled across economics and data science discipline combined? ഇവിടെ ചോദിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ സ്റ്റുഡൻസ് enrolled അക്രോസ് എക്കണോമിക്സ് ആൻഡ് ഡാറ്റാ സയൻസ്. എക്കണോമിക്സിലും ഡാറ്റാ സയൻസിലുള്ള ടോട്ടൽ മെയിൽ മെമ്പേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്കണോമിക്സിൽ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ ഫീമെയിലാണ് തന്നിട്ടുള്ളത്, നമുക്ക് മെയിലല്ലേ കണ്ടെത്തേണ്ടത്. അപ്പം ഫീമെയിലിൻ്റെ പെർസെൻറ്റേജ് ഏതൊക്കെയാണ്? എക്കണോമിക്സ്, അതുപോലെ ഡേറ്റാ സയൻസ്, ഫീമെയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മെയിൽ കാണണമെങ്കിൽ ഇത് 100 കൊണ്ട് മൈനസ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, അത് ശ്രദ്ധിച്ച് നമുക്ക് എഴുതിയിട്ട് പറയാം. ഇപ്പോൾ എക്കണോമിക്സ്
100% മൈനസ് എത്രയാണ്? എക്കണോമിക്സ് 45% അല്ലേ? 45%. അപ്പോൾ എത്ര ശതമാനം? ഇത് ഫീമെയിലാണ്. അപ്പോൾ 100%-ൽ 45% കുറച്ച് കഴിഞ്ഞാൽ 55%. അപ്പോൾ നമുക്ക് മെയിൽ 55% കിട്ടി അല്ലേ? 55% എത്രയുടെയാണ്? നമുക്ക് ടോട്ടൽ നോക്കാം. അതാ 360-ൻ്റെ 55% എന്ന് പറഞ്ഞാൽ മെയിലാണ്. 360 × 55 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എത്രയാണ് അതിന് ആൻസർ വരിക? പെർസെൻറ്റേജ് എത്രയാണ്? 198. 198 പെർസെൻറ്റേജ്. 198 മെയിൽ സ്റ്റുഡൻസ് വരിക. 55% എന്ന് പറഞ്ഞാൽ 50 എടുത്താൽ മതി. 50 എടുത്തിട്ട് പിന്നെ ഏകദേശം ഒരു ചെറിയ വ്യത്യാസം 5% ഇത്രയും നോക്കിയാൽ മതി. പിന്നെ 198 അടി അല്ലേ? ഇനി ഡേറ്റ സയൻസ് നോക്കാം. ഡേറ്റ സയൻസ് 35 ഫീമെയിൽ. അപ്പോൾ മെയിൽ കാണണമെങ്കിൽ 35 മൈനസ് 100 അങ്ങനെ എടുത്താൽ മതി. 100 മൈനസ് 35%. അപ്പോൾ ടോട്ടൽ 65 അല്ലേ? 65. അപ്പോൾ ഈ ടോട്ടൽ എത്ര വാല്യൂ വരുന്നത്? 240-ൻ്റെ 65% നമ്മൾ കണ്ടെത്തേണ്ടത്. 240 × 65/100. 240-ൻ്റെ 65% എത്രയാണ്? 156. ഓക്കെ, 156 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വീണ്ടും പോവാം. The total number of male students, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് മെയിൽ സ്റ്റുഡൻസ്. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് ആകെ രണ്ടിൻ്റെയും സെപ്പറേറ്റ് കിട്ടി. ഒന്ന് 198 എക്കണോമിക്സിലെ മെയിൽ, അതുപോലെ തന്നെ 156 ഡേറ്റ സയൻസിലെ മെയിൽ. അപ്പോൾ 198 പ്ലസ് 156 സമം എത്രയാണ്? യെസ്, 354 നമ്മുടെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് എളുപ്പമുള്ളൊരു ചോദ്യമാണ്. The number of students placed from psychology discipline forms what precise percentage of total number of students enrolled in sociology discipline? ഇവിടെ ചോദിച്ചിട്ടുള്ളത് the number of students placed from psychology discipline forms what precise percentage of total number of students enrolled in sociology discipline. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പ്ലേസ്ഡ് ആണ്, മറ്റൊന്ന് എൻറോൾഡ് ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒന്ന് സോഷ്യോളജിയാണ്, മറ്റൊന്ന് സൈക്കോളജിയാണ്. ഇത് ഇവിടെ എന്താണ്? പേഴ്സൻറ്റേജ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ,
അപ്പോൾ സൈക്കോളജിയിൽ എത്ര ആൾക്കാർ പ്ലേസ് ചെയ്തു എന്ന് ആദ്യം നമുക്ക് നോക്കാം. സൈക്കോളജിയിൽ ടോട്ടൽ എത്ര ആൾക്കാരുണ്ടെന്ന് ആദ്യം നോക്കാം നമുക്ക്. സൈക്കോളജിയിൽ 280 ആൾക്കാരുണ്ട്. എത്ര ശതമാനം ആൾക്കാർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയത്? 55% ആളുകൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 55/100. അപ്പോൾ എത്ര ശതമാനം ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് പ്ലേസ്മെൻറ്റ്? 200, 250, 140, പിന്നെ 5, 154. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഇനി ഇവിടെ പ്ലേസ്ഡ് ആണ് കേട്ടോ. ഇനി സോഷ്യോളജി എന്താ ചോദിച്ചിട്ടുള്ളത്? എൻറോൾഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. എൻറോൾഡ് എന്ന് പറഞ്ഞാൽ എൻറോൾഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ എക്സാമിൻ ക്വസ്റ്റ്യനിൽ. എൻറോൾഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ എൻറോൾഡ് എന്ന് പറഞ്ഞാൽ എൻറോൾഡ് അപ്പോൾ 100 എത്രയായിരുന്നു? സോഷ്യോളജി 450. അപ്പോൾ ഇനി നമ്മൾ എന്താ കാണേണ്ടത്? പെർസെൻറ്റേജ് കാണും അല്ലേ? ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേസ്ഡ് ഫ്രം സൈക്കോളജി ഡിസിപ്ലിൻ ഫോംസ് വാട്ട് പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് പ്രിസൈസ് പെർസെൻറ്റേജ് ഓഫ് എന്തിൻ്റെ? സോഷ്യോളജിൻ്റെ. അപ്പോൾ സോഷ്യോളജിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് സോഷ്യോളജി താഴേക്കാരം വരാം. അപ്പോൾ 450ൻ്റെ എത്ര ഭാഗമാണ്? 154. ഇത് ഇൻറ്റു 100. പിന്നെ ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ വാല്യൂ 100ന് താഴെയാണല്ലോ. അപ്പോൾ പിന്നെ 400 എപ്പോഴും താഴെ തന്നെ കയറി വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? യെസ്, 34 കറക്റ്റ് ആൻസർ വരിക. ആൻസർ 34.22. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. What is the total number of students who failed to secure a placement across all 5 disciplines combined? പ്ലേസ്മെൻറ്റ് കിട്ടാത്ത എത്ര ആൾക്കാരുണ്ട് ടോട്ടൽ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിന് നമുക്ക് അത് നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. നമുക്ക് ചോദ്യത്തിലേക്ക് പോകും. പ്ലേസ്മെൻറ്റ് കിട്ടിയ ആൾക്കാരുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടാത്ത ആൾക്കാരുടെ പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഉദാഹരണമായിട്ട് സോഷ്യോളജിയിൽ നമുക്ക് 400 - 100 സമം 60% ആൾക്കാർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല. ഇതിങ്ങനെ കുറക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ 25%, 55 ആകുമ്പോൾ എത്ര? 45%, 30 ആണെങ്കിൽ എത്ര? 70%, 90 ആണെങ്കിൽ 10. അതെത്രയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് സോഷ്യോളജി അൺപ്ലേസ്ഡ് നോക്കാം. സോഷ്യോളജി ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്?
450 ആൾക്കാർ. എത്ര ശതമാനമാണ് പ്ലേസ്മെൻറ്റ് കിട്ടിയത്? 40% ആൾക്കാർക്ക്. അപ്പോൾ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാത്ത ആൾക്കാർ ഇവിടെ എടുക്കാം. 100 മൈനസ് 45 സമം 40 അല്ലേ? 40. അപ്പോൾ 60% പ്ലേസ്മെൻറ്റ് കിട്ടാത്തവരുണ്ട്. അപ്പോൾ 450ൻ്റെ 60/100. അപ്പോൾ 45 × 6. 45 × 6 എത്രയാണ് ടോട്ടല്? 270 ടോട്ടൽ വരുന്നത്. ഇനി എക്കണോമിക്സിൻ്റെ ടോട്ടൽ എത്രയാണ്? 360. ഇൻറ്റു എത്ര ശതമാനമാണ്? 75%. 75 അത് 100 മൈനസ് 75 സമം 25% പ്ലേസ്മെൻറ്റ് കിട്ടാത്ത ആൾക്കാർ. 25/100. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ 4 കഷ്ണാക്കിയാൽ മതി. 360 നേരെ പകുതി, പിന്നെ അതിൻ്റെ നേരെ പകുതി. 360 പറഞ്ഞാൽ 150. 150ൻ്റെ പകുതി 90. അപ്പോൾ 90 ഇട്ടാൽ മതി. ഓക്കെ. പിന്നെ അത് അടുത്തത് ഇനി അതാണ് സൈക്കോളജി. എത്രയാണ്? 250. എത്ര ശതമാനമാണ് സൈക്കോളജിയിൽ? 55% പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ 100 മൈനസ് 55 സമം 45 നമുക്കറിയാം. അപ്പോൾ ഇൻറ്റു 45/100 കാണാം. അപ്പോൾ 45/100 50 നോക്കിയാൽ മതി. 50 ആകുമ്പോൾ എത്രയും നോക്കിയിട്ട് ഒരു 5 കുറച്ചാൽ മതി. 5% കുറച്ചാൽ മതി. അത് നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്പീഡ് കിട്ടുന്നത്, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പഠിച്ച് ചെയ്ത് പരിചയമുള്ള രീതിയാണ് അപ്ലൈ ചെയ്താൽ മതി. 126 കിട്ടും. ഇനി അടുത്തത് പിന്നെ സൈക്കോളജി കഴിഞ്ഞാൽ ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ 500 ആൾക്കാരെ എൻറോൾ ചെയ്തിട്ടുണ്ട്. മുപ്പത് ശതമാനം പ്ലേസ്ഡ് ആണ്. 100 മൈനസ് 30 70. അങ്ങനെ എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. 70/100. വെട്ടാം. 7 5 35 300 10 ഇനി ഡേറ്റാ സയൻസ്. ഡേറ്റാ സയൻസിൽ 240. പ്ലേസ്മെൻറ്റ് 90% പ്ലേസ്മെൻ്റ് ആണ്.
നമുക്കിനി ഇതിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയൊക്കെയാണ് 270, 270, 90, 126, 350, 24. അപ്പോൾ ടോട്ടൽ എത്രയാണ് കിട്ടുക? ടോട്ടല് 840, 860. 860 കിട്ടി. 860. ടോട്ടൽ അപ്പോൾ എത്ര? 882 ഓപ്ഷൻ. കൃത്യമായിട്ട് എത്ര കിട്ടിയത് നിങ്ങൾക്ക്? 860 തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ ആൻസർ 886 860. ഒന്ന് കൺഫേം ചെയ്താണ്. 860 തന്നെയാണോ ടോട്ടൽ കിട്ടി? 168. ഓക്കെ, 868. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഇതിൽ ടൈപ്പ് ചെയ്ത് മാറിയതാണ്. എവിടെ? 124. ആ 124 ആണ്. ഒന്നുകൂടെ ചെയ്ത് പോട്ടെട്ടോ. അത് 126 തന്നെയാണല്ലോ കിട്ടുന്നത്. കാൽക്കുലേറ്ററിൽ 126 തന്നെയാണ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയത്. 45%. അത് 126 തന്നെയാണ്, 24 അല്ല. കൂട്ടിയെടുത്ത് ക്വസ്റ്റ്യനിലാണ് മിസ്റ്റേക്ക് വരുന്നുണ്ടാവുക. ഒന്നുകൂടെ ഒന്ന് കൂട്ടി വെക്കുക. 270 പ്ലസ് 90 പ്ലസ് 126 പ്ലസ് 350 പ്ലസ് 24 സമം 860 ആണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി 886 കൊടുത്തില്ല, 860 ആണ്. ഓക്കെ, അപ്പോൾ 860. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് enrolled in sociology to the number of students placed from data science? The ratio ആണ് ചോദിച്ചിട്ടുള്ളത്. റേഷ്യോ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് enrolled. വാട്ട് ഈസ് ദ റേഷ്യോ? റേഷ്യോ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഫീമെയിൽ സ്റ്റുഡൻസിൻ്റെ റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. എൻറോൾഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതുപോലെ സോഷ്യോളജിയുടെയും ഡാറ്റ സയൻസിൻ്റെയുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് പോവാം. ഇവിടെ ചോദ്യം നമുക്ക് ഫീമെയിലിൽ ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോഷ്യോളജിയിലെ ഫീമെയിൽ എത്രയെന്ന് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാറ്റാ സയൻസ് എന്തായിരുന്നു? സ്റ്റുഡൻസ് പ്ലേസ്ഡ് ഫ്രം ഡാറ്റാ സയൻസ്. ഡാറ്റാ സയൻസിലെ പ്ലേസ്മെൻറ്റ് കിട്ടിയ സ്റ്റുഡൻസിൻ്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സോഷ്യോളജിയിലെ ഫീമെയിലിൻ്റെ റേഷ്യോ, സോഷ്യോളജിയുടെ ഫീമെയിൽ റേഷ്യോ പറഞ്ഞാൽ
450ൻ്റെ 60% കാണാം. അപ്പോൾ സോഷ്യോളജിൻ്റെ ഫീമെയിൽ റേഷ്യോ കിട്ടും. സോഷ്യോളജിൻ്റെ ഫീമെയിൽ റേഷ്യോ എന്നാൽ അപ്പോൾ 50% നേരെ പകുതി 60%, 225, 225 10 45, 275 അല്ലേ, 70 ഉണ്ടായിരുന്നു. ഓക്കെ, 270 ആയിരിക്കും. ആദ്യം നമുക്ക് സോഷ്യോളജി ഫീമെയിൽ 450ൻ്റെ 60%, അതായത് 60/100 സമം ഇത് വേണം വെട്ടിയാൽ മതി. 45 × 6 27, 270. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് ഡാറ്റാ സയൻസ് കിട്ടണം. പ്ലേസ്മെൻറ്റ് ടോട്ടൽ പ്ലേസ് ചെയ്ത ആൾക്കാരാണ്, മെയിലും ഫീമെയിലും ഒന്നല്ല. പ്ലേസ് ചെയ്ത ആൾക്കാരെ പെർസെൻറ്റേജ് എത്രയാണ്? ഡാറ്റാ സയൻസ് 90%, 240ൻ്റെ 90% കാണണം. ഇരുന്നൂറ്റി 90% അപ്പോൾ 216 കിട്ടുക. ഓക്കെ, അങ്ങനെ ഈസി ആണെന്ന് വെട്ടിയാൽ മതി. 16, അപ്പോൾ നമുക്ക് 270/216. ഇപ്പോൾ നമുക്കിതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇത് ഓരോന്നും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിതിൽ നോക്കിയാൽ രണ്ടും കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവാം വേണമെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ അറിയാം, 54 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 54, ഇതിൽ 5 54 ഉണ്ട്, ഇതിൽ 4 54 ഉണ്ട്. 5:4 ഇതിന് ആൻസർ. ഇനി അങ്ങനെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ രണ്ടുകൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകാം. 720ൻ്റെ പകുതി, 126ൻ്റെ പകുതി, പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോവുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇത് 54 5 പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് 60% of the placed students from the history stream are female, how many male students from history stream secure placement? അതായത് 60 ഈ ഫീമെയിലിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയ ഹിസ്റ്ററി സ്ട്രീമിലുള്ള 60 സ്റ്റുഡൻസും 60% ആൾക്കാരും ആരാണ്? ഫീമെയിലാണ് എന്നാണ് പറയണത്. എന്നാൽ പിന്നെ അപ്പോൾ മെയിൽ സ്റ്റുഡൻസ് എത്ര ഉണ്ട് ഹിസ്റ്ററി സ്ട്രീമിൽ എന്നതാണ് ഇവിടെ നമുക്ക് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ സ്വയം കണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ ഹിസ്റ്ററിയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് കിട്ടണം. ഹിസ്റ്ററിയിൽ 50 ആൾക്കാരുണ്ട്, 30% പ്ലേസ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. 50 അതിൽ 30. ഇവിടെ നമുക്ക് എന്തിട്ടി? ടോട്ടൽ പ്ലേസ്മെൻറ്റ് 500ൻ്റെ 30% അല്ലേ? 500ൻ്റെ 30% എന്ന് പറഞ്ഞാൽ എത്രയാ?
0 2 വെട്ടി. പിന്നെ 30 × 5 5 15 150. ഈ മെയിലും ഫീമെയിലും. അപ്പോൾ അതവിടെ ചോദ്യത്തിലേക്ക് വരാം. 60 ഇവിടെയാണ് ചെയ്യേണ്ടല്ലേ. ഇവിടെ വെറുതെ അറിയാതെ ചെയ്ത് പോയാൽ. ടോട്ടൽ ഹിസ്റ്ററി പ്ലേസ് 500 × 30. അത് 150 കിട്ടി. ഈ മെയിൽ പെർസെൻറ്റേജ് കാണും. മെയിൽ പറഞ്ഞാൽ 60% ഫീമെയിലാണ്. അപ്പോൾ 100% മൈനസ് 60% ഈക്വൽ ടു 40%. അപ്പോൾ ഇതാണ് 40% കിട്ടി. അപ്പോൾ നമുക്ക് 150ൻ്റെ ഇനി എങ്ങനെ ആൻസർ കണ്ടെത്താം? നിങ്ങൾ കണ്ടെത്തും. യെസ് കറക്റ്റ്. 150ൻ്റെ 40% എത്ര? 15 × യെസ് കറക്റ്റാണ്. നമ്മൾ ആൻസർ 60ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് കുറച്ചധികം മറ്റ് സ്ട്രീമിലെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ.